സൈജു ശ്രീധരൻ സംവിധാനം ചെയ്ത് മഞ്ജു വാര്യർ, വിശാഖ് നായർ, ഗായത്രി അശോക് എന്നിവർ പ്രധാന വേഷങ്ങളിൽ വന്ന ഫുട്ടേജ് എന്ന മലയാള സിനിമയെക്കുറിച്ചാണ് ഇന്ന്. ലോക്ക്ഡൌൺ സമയത്ത് വ്ളോഗർമാരായിട്ടുള്ള ഒരു കപ്പിള് അവരുടെ അപ്പാർട്ട്മെന്റിലുള്ള ദുരൂഹത നിറഞ്ഞ ഒരു സ്ത്രീയുടെ ചില ആക്ടിവിറ്റീസ്, രഹസ്യങ്ങൾ അന്വേഷിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ പടത്തിന്റെ കഥ. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പരീക്ഷണ ചിത്രമാണ് ഫുട്ടേജ്. മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ആഖ്യാന ശൈലിയാണെന്ന് പറയാം. നമ്മൾ ഹോളിവുഡിലും പല ഇന്റർനാഷണൽ ഫിലിംസിലും ഒക്കെ ഫൗണ്ട് ഫുട്ടേജ് സ്റ്റൈലിലുള്ള പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പാരാനോമൽ ആക്ടിവിറ്റി ഒക്കെ ഒരു പ്രധാന എക്സാമ്പിൾ ആണ്. അതുപോലെ ക്രീപ്പ്, ക്ലോവർ ഫീൽഡ്. പക്ഷെ ഇത് അത്തരത്തിലുള്ള ഒരു പ്രേതപ്പടമൊന്നുമല്ല കേട്ടോ, മിസ്റ്ററി ത്രില്ലറാണ്. സോ അത്തരത്തിലുള്ള ഫൗണ്ട് ഫൂട്ടേജ് മൂവി മലയാളത്തിൽ വരുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഈ പടം കാണാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. എങ്ങനെയുണ്ട് പടം എന്ന് ചോദിച്ചാൽ എനിക്ക് വർക്കായി പടം. വളരെ റോ ആയിട്ടുള്ള, അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റൽ മൂവി. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ തന്നെ പറയാം, എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല ഈ ചിത്രം. പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസിനും മാസ് ഓഡിയൻസിനും പറ്റിയ ഒരു സിനിമയേ അല്ല, ഒപ്പം ഹൈലി 18+ മൂവിയുമാണ്. രണ്ടു പേരുടെ പെർസ്പെക്റ്റീവിൽ അവരുടെ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത ഫുട്ടേജ് യൂസ് ചെയ്തിട്ടാണ് ഈ പടത്തിന്റെ കഥ പറയുന്നത്. അങ്ങനെ ഒരു സിനിമ ഫുള്ള് പറയുക എന്ന് തന്നെ ഒരു വെല്ലുവിളി തന്നെയാണ്. അതിനെ നന്നായിട്ട് പടം അതിജീവിച്ചിട്ടുമുണ്ട്. ഈ ഒരു എക്സ്പെരിമെന്റ് തന്നെയാണ് പടത്തിന്റെ ഒരു മെയിൻ പോസിറ്റീവായിട്ട് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. എന്താണ് ആ മിസ്റ്ററി എന്നറിയാനുള്ള ഒരു ആകാംക്ഷ നിലനിർത്തി ഒരു സീറ്റഡ് ത്രില്ലർ ആയിട്ട് തന്നെയാണ് സിനിമ ഒരുക്കിയിട്ടുള്ളത്. മഹേഷിന്റെ പ്രതികാരം, അതുപോലെ മായാനദി, അഞ്ചാം പാതിര തുടങ്ങിയ സിനിമകളുടെയൊക്കെ എഡിറ്റർ ആയിരുന്ന സൈജു ശ്രീധരനാണ് പടം സംവിധാനം ചെയ്തിരിക്കുന്നത്. എഡിറ്റർ ടേൺഡ് ഡയറക്ടർ ആയിട്ടുള്ള ഒരു വ്യക്തി ഡെബ്യൂ മൂവിയായിട്ട് ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ഫിലിം ചെയ്തു തന്നെ അഭിനന്ദനാർഹമാണ്. പോസിറ്റീവ് ആക്ടേഴ്സിന്റെ പെർഫോമൻസുകളും എടുത്തു തന്നെ പറയണം. വിശാഖ് നായർ, ഗായത്രി അശോക് എന്നിവർക്കാണ് കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ളത്. ഒരുപാട് സെൻഷ്വൽ ആയിട്ടുള്ള സീൻസ് ഒക്കെ പടത്തിലുണ്ട്. പക്ഷേ അത് വളരെ എസ്തെറ്റിക്കലിയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ സിനിമയുടെ ഓപ്പണിംഗ് സീൻ തന്നെ മലയാള സിനിമയിലെ കൺവെൻഷണൽ രംഗങ്ങളെ ഒക്കെ പൊളിച്ചെടുക്കുന്ന ഒരു രംഗമാണ്. വളരെ ബോൾഡ് ആയിട്ടും അതുപോലെ തന്നെ മികച്ച രീതിയിലും തന്നെ വിശാഖും ഗായത്രിയും അവരുടെ റോളുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രിയും എടുത്ത് തന്നെ പറയണം, നന്നായിട്ട് വർക്കായിട്ടുണ്ട്. വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരുപാട് ഡയലോഗുകളൊക്കെ ഇവരുടെ സംഭാഷണങ്ങളിൽ വരുന്നുമുണ്ട്. ഇപ്പോൾ വാലിന്മേൽ പൂവും പാട്ടിനെ കുറിച്ചും പ്രഗ്നൻസിയെ കുറിച്ചും ഒക്കെ പറയുന്നത്, അതുപോലെ നരസിംഹത്തിന്റെ റെഫറൻസ് ഒക്കെ രസമുണ്ടായിരുന്നു. ഒരു നല്ല കപ്പിൾ. മഞ്ജു വാര്യരുടേത് വളരെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരുപാട് ദുരൂഹതകളൊക്കെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും ചെറിയ ചില ഹിൻസ് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടാണ് ക്യാരക്ടർ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി തരുന്നത്. ആക്ച്വലി മഞ്ജു വാര്യർ ഈ പടം ചെയ്തതിന് അവരുടെ ആ ഒരു ധൈര്യത്തെ സമ്മതിക്കുക തന്നെ വേണം. കാരണം ഇത് കുറച്ച് ഡിഫറെന്റ് ആണ്. അവരുടെ ഇമേജിന് പുറത്തുള്ള ഒരു സിനിമയാണ്. കുറച്ച് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള, വളരെ സെൻഷ്വൽ ആയിട്ടുള്ള കുറച്ച് സെക്സ് സീൻസ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. അപ്പം ബേസിക്കലി മഞ്ജുവാരുടെ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഫാമിലി ഓഡിയൻസിന് വേണ്ടിയുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ പ്രതീക്ഷിച്ച് ഫാമിലീസ് ഈ പടം കാണാൻ പോയാൽ അവർ ഈ പടം കണ്ടാൽ ഞെട്ടിപ്പോകും. ഞാൻ പറഞ്ഞില്ലേ, ഓപ്പണിംഗ് സീൻ തന്നെ വളരെ എക്സ്പ്ലിസിറ്റ് ആണ്. പക്ഷെ കംപ്ലീറ്റ് ന്യൂഡിറ്റി അല്ല, എന്നാൽ ഓപ്പണിംഗ് സീനിൽ തന്നെ ഒരു സെക്സ് സീൻ, അതും റോ ആയിട്ടുള്ളത് എന്നൊക്കെ പറയുന്നത് മലയാള സിനിമയെ സംബന്ധിച്ച് പുതുമയാണ്. അതും ഒരു മഞ്ജുവാരുടെ പടത്തെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്നതുമാണ്. ടെക്നിക്കലി ബ്രില്യന്റ് ആയ ഒരു പടമാണെന്നുള്ളതും എടുത്തു പറയണം. സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് ആദ്യം തന്നെ പറയാനുള്ളത്. കിഡു സൗണ്ട് മിക്സിംഗ് ആയിരുന്നു. നിക്സൺ ജോർജ് ആണ് ഇതിന്റെ സൗണ്ട് ഡിസൈനർ. വെള്ളത്തിനടിയിലുള്ള ശബ്ദം, അതുപോലെ മഴ പെയ്യുന്ന ശബ്ദം, ചാടുന്ന ശബ്ദം, വീഴ്ച, അതൊക്കെ അങ്ങേയറ്റം ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ശബ്ദമിശ്രണം നടത്തിയിട്ടുള്ളത്. ഷിനോസ് ആണ് പടത്തിന്റെ DOP. സത്യത്തിൽ ഇതെങ്ങനെ ഷൂട്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് തന്നെ ഒരു ആകാംക്ഷയുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആക്ടേഴ്സും ഇതിന്റെ ഷൂട്ടിൽ പങ്കാളികളായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം ഫൗണ്ട് ഫുട്ടേജ് വിഷ്വൽസ് ആയതുകൊണ്ട് തന്നെ ക്യാമറ ഭയങ്കര ഷേക്കിയാണ്. അപ്പം ക്യാരക്ടർ വെള്ളത്തിലേക്ക് ചാടുമ്പോൾ ക്യാമറയും കൂടെ ചാടും. കഥാപാത്രങ്ങൾ വീഴുമ്പോൾ, നീന്തുമ്പോൾ, ഒളിഞ്ഞു നോക്കുമ്പോൾ, ചാടുമ്പോൾ ക്യാമറയുടെ മൂവ്മെന്റ്സും അതുപോലെ തന്നെയാണ്. അപ്പോൾ ആക്ടേഴ്സ് തന്നെ ക്യാമറ കയ്യിൽ പിടിച്ച് DOPയുടെ നിർദ്ദേശത്തിനനുസരിച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു ഷേക്കി വിഷ്വൽസ് ചിലപ്പോൾ കാഴ്ചയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് തലവേദന എടുക്കാനുള്ള ഒരു ചാൻസും ഉണ്ട്. അപ്പം അത് ഓർത്തുകൊണ്ട് വേണം ഈ പടം കാണാനായിട്ട്. ഇപ്പോൾ ഒരു സീനിൽ ക്യാമറ ഇങ്ങനെ തലയും കുത്തി ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. ഞാനതിങ്ങനെ തലകുനിച്ച് നോക്കിയാണ് കണ്ടത്. വല്ലാത്തൊരു സൂക്കേടായിരുന്നു. പടത്തിന് ഒരു അപൂർണമായിട്ടുള്ള ഒരു സ്വഭാവം പലർക്കും തോന്നാനുള്ള സാധ്യതയുണ്ട്. ആക്ച്വലി പറയാനുള്ള കഥ മുഴുവനും പടത്തിൽ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് കാര്യം മനസ്സിലായി. എങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ബാക്കി വെച്ചിട്ടാണ് പടം തീരുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ പ്രേക്ഷകർക്ക് ഇത് ചിലപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ വേണ്ടി വരുന്ന പടമാണെന്നൊക്കെ തോന്നിയേക്കാം. അപ്പോൾ പടം കണ്ടിറങ്ങിയപ്പോൾ ഒരു ബ്രോ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു വല്ലതും മനസ്സിലായെന്ന്. സോ അതാണ് ഞാൻ പറഞ്ഞത്. സാധാരണ ഓഡിയൻസ് ചിലപ്പോൾ ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ബട്ട് അത്രയ്ക്ക് കിളി പറത്തൽ അങ്ങനെയുള്ള ഒരു പടവുമല്ല. പിന്നെ ഇതിൻ്റെ ഒരു മിസ്റ്ററി, ആ ഒരു കാരണമൊക്കെ ഉണ്ട്. അത് അത്ര വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. വളരെ നോർമൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ആക്ച്വലി അത് പ്രഡിക്റ്റബിൾ ആയിരുന്നു എന്ന് തന്നെ പറയാം. പിന്നെ ഇത് കുടുംബത്തോടൊപ്പം കാണേണ്ട പടമല്ല, കുട്ടികൾക്കും കാണാനുള്ളതല്ല. അത് ഓർക്കുക പടം കാണാൻ പോകുമ്പോൾ.
സെക്ഷുവൽ സീൻസ് ഉണ്ട്, വളരെ റോ ആയിട്ടുള്ള സീൻസ് ഉണ്ട്, കുറച്ച് വയലൻസ് ഒക്കെ ഉണ്ട്. സോ ആകെ മൊത്തം ടോട്ടലിൽ ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പരീക്ഷണ ചിത്രമാണ് ഫുട്ടേജ്. എല്ലാവർക്കും ഇഷ്ടമാകണമെന്നില്ല, എല്ലാവർക്കും വേണ്ടിയുള്ള പടവുമല്ല. എനിക്ക് പേഴ്സണലി പടം ഇഷ്ടമായി, വർക്കായി. ഒരു ഇന്റർനാഷണൽ ഫിലിം കാണുന്ന ഒരു പ്രതീതിയായിരുന്നു ഈ പടം കണ്ടപ്പോൾ. കുറച്ച് എക്സ്പെരിമെന്റ് ആയിട്ടുള്ള ത്രില്ലർ സിനിമകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് പടം ഇഷ്ടമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ഔട്ട്സ്റ്റാൻഡിംഗ് മൂവി തന്നെയാണ്. എൻ്റെ അഭിപ്രായമായിരിക്കണമെന്നില്ലല്ലോ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി പറയുക. കാണാത്തവർ തിയേറ്ററിൽ പോയി കാണുക. അപ്പോൾ ശരി എന്നാൽ.